സെക്കൻഡ് ടൈപ്പ് ഓഫ് ഐസോമറസം ആണ് പൊസിഷൻ ഐസോമറസം. അപ്പൊ നിങ്ങൾക്ക് ഈ പേര് പറയുന്നത് പോലെ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഏത് ടൈപ്പ് ഐസോമറസം ആണ് പൊസിഷനിൽ വരുന്ന വ്യത്യാസം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ രണ്ട് എക്സാമ്പിൾ കാണാൻ പറ്റും. ഫസ്റ്റ് എക്സാമ്പിൾ CH3 CH2 CH2 OH, അതായത് 1 2 3 കാർബൺ ആറ്റംസും വരുന്നുണ്ട്, OH ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പൊ എന്റെ പേര് വരിക പ്രൊപ്പനോൾ. പ്രൊപ്പനോൾ ആണ് വരിക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ 1 2 3 പ്രൊപ്പൻ, 3 കാർബൺ ആണ് വരുന്നത്, പ്രൊപ്പൈൻ ആണ് വരുന്നത്. അതിന്റെ കൂടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ പൊസിഷൻ മാറണം. ഒന്ന് മൂന്നാമത്തെ പൊസിഷനിലും അടുത്തത് രണ്ടാമത്തെ പൊസിഷൻ. നമ്മളെ നമ്പർ തിരിച്ചറിയണം. 1 2 3 എന്നാണ് കറക്റ്റ് നെയിമിംഗ് കൊടുക്കുമ്പോ ഇതാ. അപ്പൊ നമ്മളിവിടെ സെക്കൻഡ് പൊസിഷനിലാണ് വരിക. എങ്ങനെ വരും? പ്രൊപ്പൻ, ഇവിടെ ആണെങ്കിൽ 1 ഓൾ ആണ്, പ്രൊപ്പൻ 1 ഓള്. ഇപ്പുറത്താണെങ്കിൽ പ്രൊപ്പൻ 2 ഓൾ. അപ്പൊ സെയിം ഗ്രൂപ്പും സെയിം മോളിക്കുലർ ഫോമിലേക്കാണ്, പക്ഷേ അതിന്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് അതിന്റെ ഗ്രൂപ്പ് മാറാം. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. CH3 CH2 CH2 OH. ഇവിടുത്തെ മോളിക്കുലർ ഫോമിൽ വരുന്നത് 3 കാർബൺ ആറ്റംസ്, 8 ഹൈഡ്രജൻ ആറ്റംസ്, 1 ഓക്സിജൻ ആറ്റം. ഫസ്റ്റ് കോമ്പൗണ്ട്. സെക്കൻഡ് കോമ്പൗണ്ടിനകത്ത് വരുന്നത് CH3 CH CH3 OH. ഇവിടെ നമുക്ക് ഫോർമുല വരാം C3H8O. സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷേ നമ്പറിംഗിൽ വരുമ്പോൾ 1 2 and 3 നമ്മളെ ഗ്രൂപ്പിന് സ്മോളസ്റ്റ് നമ്പർ കിട്ടുന്ന രീതിയിൽ പേര് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കാം. അപ്പോ ഇതിന്റെ പേര് വരിക പ്രൊപ്പൻ 1 ഓൾ. സെക്കൻഡ് വൺ പ്രൊപ്പൻ 2 ഓൾ. ഇങ്ങനെയാണ് ഇതിന്റെ പേര് വരിക. അപ്പൊ നമുക്ക് ഡെഫിനേഷൻ ഇതിൽ നിന്ന് തന്നെ പറയാം. വെൻ ടു കോമ്പൗണ്ട്സ് ഹാവ് സെയിം മോളിക്കുലർ ഫോർമുല, സെയിം ഫങ്ഷണൽ ഗ്രൂപ്പ്, ബട്ട് ഡിഫറെന്റ് ദ പൊസിഷൻ ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് ചെയിൻ ഐസോമർസം. ഓക്കെ, നമുക്ക് ഇതിന്ന് ടൈപ്പ് ഓഫ് അടുത്തൊരു കോമ്പൗണ്ട് എക്സാമ്പിൾ ഇവിടെ കാണാൻ പറ്റും. കോമ്പൗണ്ടിന്റെ പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഡബിൾ ബോണ്ടഡ് കാർബൺ ആണ് വരിക. സോ 1 2 3 4 1 2 3 4. ഹിയർ രണ്ട് സൈഡിൽ നിന്ന് കൊടുത്താൽ നമ്മളൊക്കെ നമ്പർ സെയിം തന്നെയാണ് വരിക. 1 2 3 and 4. ഇവിടെ ബ്യൂട്ട് 1 ഈനും ബ്യൂട്ട് 2 ഈനും ആണ് പേര്. ഒന്നാമത്തെ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ട് 1 ഈൻ, രണ്ടാമത്തെ കോമ്പൗണ്ടിന്റെ പേര് ബ്യൂട്ട് 2 ഈൻ. അപ്പൊ ഇവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഡബിൾ ബോണ്ട് വരുന്ന പൊസിഷൻ വേറെയാണ്. അപ്പൊ അതും പൊസിഷൻ ഐസോമർസത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എഗെയിൻ നമുക്ക് വീണ്ടും കാണാൻ പറ്റും CH3 CH എത്ര കാർബൺ വരുന്നുണ്ട് ടോട്ടല്? 1 2 3 and 4 കാർബൺ ആണ്. ബ്യൂട്ട് 1 അയിനും 1 2 3 and 4 ബ്യൂട്ട് 2 അയിനും. ഇതാണ് പൊസിഷൻ ഐസോമർസത്തിന് മറ്റൊരു എക്സാമ്പിൾ കേട്ടോ. ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഇവിടെ മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് തേർഡ് ഒരു ടൈപ്പ് ഓഫ് ഐസോമർസം ആണ് ഫങ്ഷണൽ ഐസോമർസം. സെയിം നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണ്, പക്ഷേ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ വന്നേക്കുന്ന അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ CH3 CH2 OH. ഇതിന്റെ പേര് വരിക 1 2 ഈതേൻ 1 ഓളോ, അല്ലെങ്കിൽ നമുക്ക് അതിനെ എത്തനോൾ എന്ന് പറയാൻ പറ്റും. സെക്കൻഡ് ഗ്രൂപ്പ് CH3O CH3. ഓക്കെ, ഇതിന്റെ പേര് വരുന്നത് എസ്റ്റർ ആണ് ഇടയ്ക്ക് വരിക, മെത്തോക്സി മീതേൻ. ഓക്കെ, രണ്ടും രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പാണ്, രണ്ടിന്റെയും പേര് വ്യത്യാസമാണ്. പക്ഷെ നമുക്ക് ഇതിന്റെ മോളിക്കുലർ ഫോർമുല എഴുതി നോക്കാം. 2 കാർബൺ ആറ്റംസ്, 6 ഹൈഡ്രജൻ ആറ്റം ആൻഡ് 1 ഓക്സിജൻ. ഇവിടുത്തെ ആണെങ്കിൽ 2 കാർബൺ 6 ഹൈഡ്രജൻ 1 ഓക്സിജൻ. അപ്പൊ രണ്ടിലെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ആ ടൈപ്പ് ഓഫ് ഐസോമർസം ആണ് ഫങ്ഷണൽ ഐസോമർസം. ഇതിന്റെ ഡെഫിനിഷൻ വരിക വെൻ കോമ്പൗണ്ട്സ് ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല but different functions are known as functional isomerism, and the phenomenon is known as functional isomerism. Okay, അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കോമ്പൗണ്ട് ഫസ്റ്റ് വൺ CH3 CH2 CHO